എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹായ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ എന്നുള്ള ചാപ്റ്ററിൻ്റെ പോയിൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സുകളാണ്. അപ്പോൾ ആ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ പോയിൻറ്റഡ് ആയിട്ടുള്ള നോട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നോട്ട്സിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. കവിത ക ലേഖക്, കവിതയുടെ എഴുത്തുകാരൻ്റെ പേരാണ് വിനോദ് കുമാർ എന്നുള്ളത്. ടിപ്പണി ക ലേഖക്, ടിപ്പണി എഴുതിയ ആളുടെ പേരാണ് നരേഷ് സക്സേന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ജാൻനെ കി റൂഢിഗ്രസ്ത് അർത്ത്, ജാൻനെ കി അസലി അർത്ത്. അപ്പോൾ ജാൻനെ കി റൂഢിഗ്രസ്ത് അർത്ത് എന്ന് പറയുമ്പോൾ നാം, പത്ത, ഉമ്ര, ഓഹത്തെ, ജാതി, പേര്, അഡ്രസ്സ്, വയസ്സ്, പദവി, ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര അതിൽ പഠിച്ചാൽ മതി. ജാൻനയ്ക്ക് അസലി അർത്ത്, ഒരു വ്യക്തിൻ്റെ മനസ്സിലാക്കാവുന്ന യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഹതാശ, നിരാശ, അസഹായത, സങ്കട്. ഹതാശയും നിരാശയും അസഹായത, സങ്കട്, ഇത് മാത്രമാണ് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് വരാം. ജാൻനയ്ക്ക് റൂഢിഗ്രസ്ത് അർത്ത് ക്യാ ഹെ എന്ന് ചോദിക്കാം, ജാൻനയ്ക്ക് അസലി അർത്ത് ക്യാ ഹെ എന്ന് ചോദിക്കാം. ഇവ തമ്മിലുള്ള ഫറക്ക് മീൻസ് വ്യത്യാസമാണ്. വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി നമുക്ക് കവിതയുടെ ആശയത്തിലേക്കാണ് കടക്കേണ്ടത്. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസ് വക്ത്, ആ സമയം, ലേഖക് ഉസ് വ്യക്തി കെ പാസ് ഗയ, ലേഖകൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി. ഉസ് വ്യക്തിക്ക് ഹാലത്ത് ദേക്കർ, ആ വ്യക്തിയുടെ ഹാലത്ത് മീൻസ് അവസ്ഥയാണ്. അവസ്ഥ കണ്ടിട്ട് ലേഖക് അപ്നി ഹാത്ത് ബടായ, ലേഖകൻ തൻ്റെ കൈകൾ നീട്ടി. മത്ലബ് മദദ് കർത്തി ഹെ. അപ്പോൾ ഇവിടെ ഹാത്ത് ബടാന എന്ന് പറയുമ്പോൾ മദദ് കർണ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഹാത്ത് പക്കഡന എന്ന് പറയുമ്പോൾ സഹായ യാ മദദ് കോ സ്വീകാർ കർണ. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുക. ഹാത്ത് ബടാന, മദദ് കർണ, ഹാത്ത് പക്കഡന, മദദ് കോ സ്വീകാർ കർണ. അപ്പോൾ ലേഖകൻ അവിടെ എത്തുകയും കൈകൾ നീട്ടിക്കൊടുക്കുകയും ചെയ്തപ്പോൾ ആ കൈകൾ പിടിച്ച് എഴുന്നേറ്റു എന്നതാണ് പറയുന്നത്. അപ്പോൾ കൊടുത്ത സഹായം തിരിച്ച് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതിൽ പറയുന്നുണ്ട് ലേഖകി മദദ് കോ, ലേഖകൻ്റെ ആ ഒരു സഹായത്തെ വഹ സ്വീകാർ കിയ, അദ്ദേഹം സ്വീകരിച്ചു. ലേക്കിൻ, എന്നാൽ ദോനോം കോ എക് ദൂസരെ കോ നഹീം ജാൻതേ ഥേ, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമായിരുന്നില്ല. മത്ലബ് നാം, പത്ത, ഉമ്ര, ജാതി ആദി നഹീം ജാൻതേ ഥി, അതായത് അവരുടെ പേരോ അഡ്രസ്സോ വയസ്സോ ഒന്നും അറിയുമായിരുന്നില്ല. എന്നിട്ടും അയാൾ അപ്ന ഹാത്ത് ബടാനേക്ക് കോഷിഷ് കർത്തി ഥി, തൻ്റെ കൈകൾ നീട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വഹ് ഹാത്ത് പക്കെടുക്കർ വഹ് ഗടാ ഹുവ, ആ ഒരു കൈകൾ പിടിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കുക അയാൾ സഹായം കൊടുത്തു, ആ സഹായം അവിടെ സ്വീകരിക്കുകയും ചെയ്തു. ഓക്കെ, അത്രയാണ് അതിൽ വരുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ലേഖക് കോ ഉസ്കാ ഹതാശ, നിരാശ, അസഹായത കോ ജാൻതി ഥി, ലേഖകന് അവിടെ ഇരിക്കുന്ന വ്യക്തിയുടെ ഹതാശയും നിരാശയും അസഹായതയ്ക്ക് അറിയുമായിരുന്നു. ഫിർ ദോനോം എക് സാത്ത് ചൽ ഗയേ ഥേ, പിന്നീട് 2 പേരും ഒരുമിച്ച് നടന്നുപോയി എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ വ്യക്തിയുടെ പേരും അഡ്രസ്സും അല്ല മനസ്സിലാക്കിയത്, ആ വ്യക്തിയുടെ ഹാലത്ത് കോ ജാൻതേ ഥി, അവസ്ഥേനെയാണ് അവിടെ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. യഹാം കവി വിനോദ് കുമാർ കഹത്തി ഹെ, ഇവിടെ കവി വിനോദ് കുമാർ പറയുന്നുണ്ട് കി, എന്തെന്നാൽ ദോ മനുഷ്യോം കെ ബീച്ച്, 2 മനുഷ്യർക്കിടയിൽ മനുഷ്യത ഹോന ജറൂരി ഹെ, മനുഷ്യത്വം വേണ്ടത് അത്യാവശ്യമാണ്. ജാൻകാരിയാം നഹി, അതായത് അറിവുകൾ അവിടെ ആവശ്യമില്ല, പേരും അഡ്രസ്സും കാര്യങ്ങളും ആവശ്യമില്ല. ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ അയാളുടെ മനസ്സാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അയാളുടെ ആ ഒരു വിഷമങ്ങളെ പറ്റിയിട്ട് കൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണമെന്ന് പറഞ്ഞു തരികയാണ് ഈ ഒരു കവിതയിൽ. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഇസ് പാഠഭാഗ സന്ദേശ്, ഈ പാഠഭാഗത്തിൻ്റെ സന്ദേശമാണ്. ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരേ ജാൻനെ കി യാദ് ദിലാത്തി ഹെ, ഈ ഒരു കവിത മനുഷ്യനെ പോലെ അറിയുക എന്ന ഓർമ്മ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അതായത് 2 മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം വേണമെന്ന് ഇൻഡയറക്റ്റ്ലി പറയുന്നു. രണ്ടാമത്തത് ദോ മനുഷ്യോം കെ ബീച്ച്, 2 മനുഷ്യർക്കിടയിൽ മനുഷ്യതാക്ക എഹസാസ്, മനുഷ്യത്വം എന്ന തോന്നൽ, യാനി അതായത് മാനവീയ സംവേദന ഹോന സറൂരിഹി, ആ മാനുഷിക പരിഗണന, അതായത് മനുഷ്യൻ്റെ ആ ഒരു മനസ്സിന് മനസ്സിലാക്കുക എന്ന ആ ഒരു കാര്യം നമ്മളിൽ
അറിയണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്ന് പറയുന്നു. മാനവീയ സംവേദന ഹോന ജറൂരി ഹെ, മാനസിക പരിഗണന അല്ലെങ്കിൽ അയാളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ജാൻകാരിയാം ജറൂരി നെഹി, അതായത് അറിവുകൾ അവിടെ അത്യാവശ്യമല്ല എന്നതാണ് പറഞ്ഞു തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു വ്യക്തിയുടെ പേരും അഡ്രസ്സുമല്ല, ആ വ്യക്തിയുടെ എന്താണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്? ഹതാശ, നിരാശ, അസഹായതയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇത്രയാണ് അതിൽ പാഠഭാഗ സന്ദേശത്തിൽ 2 പറഞ്ഞു തരുന്നത്. ഇനി കവി ക പരിചയ്, കവിയെ പറ്റിയിട്ട് 2-3 കാര്യങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ എഴുതുന്ന സമയത്ത് ആശയം എഴുതുമ്പോൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കാണാം, കവി ഓർ കവിതാക്കോ പരിചയ് ദേത്തെ ഹുയേ ഇസ് അംശക ആശയ ലിഖിയേ എന്നതാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ കവിയേനെയും കവിതേനെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ അവിടെ കവി ക പരിചയം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സമകാലീൻ ഹിന്ദി സാഹിത്യക്ക് കവി ഹെ, അറ്റ് പ്രസൻറ്റ് നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് എഴുതുന്ന ഒരു കവിയാണ് ഇദ്ദേഹം, കവിത എഴുതുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം. കഥാകാർക്ക് രൂപമേ വിഖ്യാത ഹെ, ഒരു കഥാകാരൻ്റെ രൂപത്തിലും അദ്ദേഹം പ്രശസ്തനായിട്ടുണ്ട്. ഉസ്ക കാവ്യ സംഗ്രഹം, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. വഹ ആത്മീ ചലാഗയ ഓർ ഹതാശാസയ്ക്ക് വ്യക്തി ബൈറ്റ് ഗയാത. അപ്പോൾ നിങ്ങൾ ആശയം എഴുതുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏതെങ്കിലും 4 ലൈൻസ് ചോദിച്ചുകൊണ്ട് അതിൻ്റെ ആശയം എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് കവി ക പരിചയ് എഴുതി വയ്ക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കവിത ക ലേഖക് ആരാണെന്നുള്ളതും ടിപ്പണി ക ലേഖക് എന്ന് പറഞ്ഞിട്ടുള്ളതും അവിടെ എഴുതി വയ്ക്കുക. പിന്നെയാണ് ആ ഒരു കവിതയുടെ ആശയമായിട്ട് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ 4 മാർക്കിനുള്ളതായി. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ടത് സെക്കൻഡ് ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. ആകെ ഒരു പേജ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഈ തരുന്ന നോട്ട്സ് എല്ലാം നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ദിവസം ഇല്ലാത്തതുണ്ടെങ്കിൽ, മീൻസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി വീഡിയോ കാണുക, നിങ്ങളെ ഫ്രണ്ട്സിന് കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ SSLC എക്സാമിൻ്റെ തലേ ദിവസം വരെ ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ കൂടെ വെക്കുന്നുണ്ട്. അതായത് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് അതിൽ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള കുറേ കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ മുമ്പോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ഇത് കാണുക, അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.